ഒരു സൂപ്പർ കോൾ കിട്ടിട്ടുണ്ടാ. പതിവ് കലാപരിപാടികൾക്ക് പുറമെ പുതിയൊരു സ്പെഷ്യൽ ഐറ്റം കൂടിയുണ്ട്. അപ്പോൾ ഹരിയുടെ ഒരു ഫ്രണ്ടിന്, ഫാമിലി ആയിട്ട് താമസിക്കുന്ന ഒരു ഫ്രണ്ടിന് അനിത ഒരു കേക്കും കൊണ്ട് പോവുകയാണ്, പരിചയക്കാരൻ എന്ന് പറഞ്ഞിട്ട്. എന്താണ് സംഭവിക്കുക കാണാം. ഭാര്യയ്ക്ക് ഭർത്താവിനുള്ള വിശ്വാസം നീ കണ്ട് മനസ്സിലാക്ക് വിമലേ. ഹൈ വേണ്ടളി, എനിക്ക് കാണണ്ട. കാണണം, കണ്ടു പഠിക്കണം. ഇതാരാണ് നിന്റേത്? എന്റെ ഭാര്യ. നീ കല്യാണം കഴിച്ചിട്ടുന്നല്ലേ എന്നോട് പറഞ്ഞു? എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി. ആ ഒരു ചിന്ത എനിക്ക് ജലദോഷമുള്ള. അയ്യോ, ചീത്ത ഒന്നും വിളിക്കാതെ. എന്താ സംഭവം അറിയില്ല, ഞാനിപ്പോ എത്തിയുള്ളൂ. കൗതുക ലേശം കൂടുതലാണ്. നീ കല്യാണം കഴിച്ചിട്ടുന്നല്ലേ എന്നോട് പറഞ്ഞേ? രണ്ട് പിള്ളേരില്ലോടോ, കൊച്ചു പിള്ളേരില്ലേ രണ്ടെണ്ണ. അത് കലക്കി. അപ്പൊ യുദ്ധം തുടങ്ങാൻ പോവാ? അതെ, യുദ്ധം തുടങ്ങാൻ പോവാ. ഞാൻ പോകാം. എനിക്ക് കേൾക്കും വേണ്ട, ഒന്നും വേണ്ട. പിള്ളേരില്ലോടാ, ആ ഒരു ചിന്ത. എന്റെ കഴുത്തിന്റെ പുറത്ത് മേൽ തലയുണ്ട്. കുറച്ചു നേരത്തേക്ക് ഒന്നും കണ്ടില്ല. എന്താ ഒരു ശബ്ദം കേട്ടത്? ഒന്നുമില്ല, ശബ്ദം കേൾക്കും. വെറുതെ ഒരു അടി കിട്ടിയതാ. ശരണമയ്യപ്പ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി, ഇവിടുന്നും കിട്ടി. ഇനി മരിച്ചാൽ ഐഡിയ പറയില്ലേ? നീ നാട്ടുകാരെ പൊട്ടം കളിപ്പിക്കലടാ നായിന്റെ പട്ടി മോനെ. കർത്താവേ, അവന്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. ഇപ്പൊ ഈശി പൂശോടാ. അപ്പൊ വന്താൻ തലവരവ. അയ്യോ, ചീത്ത ഒന്നും വിളിക്കാതെ. നല്ല സഭ്യമായ ഭാഷയിലൊക്കെ സംസാരിച്ചൂടെ നിനക്ക്? ഞാൻ അല്പം മോശം ഭാഷ സംസാരിക്കുന്നത് കേൾക്കാൻ സൗകര്യമില്ല എന്നാ കേട്ടോ. തെറി കേട്ടിട്ട് ഇവളുടെ വീട് കൊടുങ്ങല്ലൂർ ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു. ഇല്ല, ഇല്ലെന്ന്. ആദ്യം അടി പിന്നെ ഡയലോഗ്, അതല്ലാണ് നമ്മുടെ സിസ്റ്റം. അതെ അതെ. ഉമ്മച്ച കേക്ക് എല്ലാം കൃത്യമായിട്ട് മർമ്മത്ത് തന്നെ കൊണ്ട്. പിന്നെ ഞാൻ ശരീരം കൊണ്ടെല്ലാം തടുത്തത് കാരണം ഒന്നും പാഴായില്ല. ആദ്യത്തെ അടി കാരണത്തായിരുന്നേ. എന്നെ ഇങ്ങോട്ടാണ് കൊണ്ടുപോണത്. ഇനി അല്ല കൊണ്ടുപോകണം. എന്റെ ഐഡിയ പോയി. നിന്റെ ഐഡിയ